ഓം ശാന്തി. എൻ്റെ ജ്ഞാനനേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ബീജരൂപ ആത്മാവാണ്. ഞാൻ ഒരു ആത്മീയ പുഷ്പമാണ്. ഞാൻ ദിവ്യ ഗുണങ്ങളെ ധാരണ ചെയ്യുന്ന ഗുണവാൻ പുഷ്പമാണ്. എനിക്ക് ജ്ഞാന സൂര്യബാബയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പ്രകാശം കിട്ടുന്നു. ഞാൻ ഹർഷിതമാണ്. ഈ സംഗമയുഗം ഏറ്റവും ഉയർന്ന യുഗമാണ്. ഇതിൽ സ്വയം ജ്ഞാനസാഗർ, ദിവ്യഗുണങ്ങളുടെ സാഗരം, ശിവപരമാത്മാവ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ഞാൻ ഗുണവാൻ പുഷ്പം. ഈ വർഷകാലത്തിൽ വിടർന്നിരിക്കുന്നു. ഈ പരിധിയില്ലാത്ത ബഹാരി മൗസമിൽ ജ്ഞാനത്തിൻ്റെ വർഷമുണ്ടാകുന്നു. ജ്ഞാനസാഗർ ബാബ എന്നിൽ ജ്ഞാനമഴ പെയ്ച്ച് എന്നെ മുള്ളിൽ നിന്നും പുഷ്പമാക്കുന്നു. സത്യയുഗത്തിൽ ഈ ലോകം പൂന്തോട്ടമായിരുന്നു. സർവ ആത്മാക്കളും പ്രകൃതിയും സുഖദായിയായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ വന്നപ്പോൾ ഈ ലോകം വികാരിയായി, മുള്ളിൻ്റെ കാടായി. ഈ ലോകം, ഈ സൃഷ്ടി മുള്ളിൻ്റെ വൃക്ഷമായി. കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഈ ലോകം തന്നെ ദുഃഖദായിയാണ്. മനുഷ്യരും ദുഃഖദായിയായി. ഞാൻ സത്യയുഗത്തിൽ ഗുണവാൻ പുഷ്പമായിരുന്നു. കലിയുഗത്തിൽ വന്നപ്പോൾ വികാരങ്ങൾക്ക് അധീനമായി ഉണങ്ങിയ മുള്ളായി. ഇപ്പോൾ ജ്ഞാനസാഗര ബാബ വന്ന് ജ്ഞാനമഴ പെയ്യിപ്പിച്ച് എന്നിൽ ദൈവിക ഗുണങ്ങൾ നിറക്കുന്നു. സ്വയം ഈശ്വരൻ എന്നെ ഗുണവാൻ പുഷ്പമാക്കുകയാണ്. ഞാൻ ആത്മാ സർവഗുണങ്ങളെയും ധാരണ ചെയ്ത് ഗുണവാൻ പുഷ്പമായിരിക്കുന്നു. എന്നിൽ സർവ ദിവ്യ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഗുണവാൻ പുഷ്പം, സദാ ഹർഷിതമാണ്. മറ്റുള്ളവരെയും ഗുണവാൻ പുഷ്പമാക്കാൻ നിമിത്തമാണ്. ബാബ ജ്ഞാനത്തിലൂടെ എന്നെ ശുദ്ധമായ സുഗന്ധമുള്ള പുഷ്പമാക്കി മാറ്റുന്നു. ഞാൻ മുള്ളാവുകയില്ല. ഓർമ്മയുടെ യാത്രയിൽ ഞാൻ പരിശ്രമം ചെയ്യുന്നു. സന്തുഷ്ടമായിരിക്കുന്നു. എനിക്കറിയാം, ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്. പിന്നീട് സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ
തോട്ടത്തിലേക്ക് പോകണം. ഞാൻ ഓർമ്മയുടെ യാത്രയിലൂടെ സുഗന്ധമുള്ള പുഷ്പമായി തീരുന്നു, മറ്റുള്ളവരെയും ആക്കി മാറ്റുന്നു. ഈ മടക്കയാത്രയിൽ ഞാൻ എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ മുഴുവൻ ആധാരവും ഓർമ്മയുടെ യാത്രയിലാണ്. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇവിടെ മുള്ളുകളില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറണം. ഞാൻ സുഗന്ധമുള്ള പുഷ്പമായി മാറുന്നതിന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് സദാ റോസാ പുഷ്പമായി മാറുന്നു. എനിക്ക് പൂവായി മാറണം. പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എത്തിയിരിക്കുന്നു. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. അതിമധുരമായ ബാബയാണ്. രൂപബസന്താണ്. ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ജ്ഞാനത്തിന്റെ അതോറിറ്റിയാണ്. മായയുടെ ശക്തി ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. മായ ദുഃഖം നൽകുന്നതിൽ ശക്തിവാനാണ്. ബാബ സുഖം നൽകുന്നതിൽ ശക്തിവാനാണ്. കുട്ടികൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകിയിട്ട് ബാബ വിശ്രമിക്കുന്നു. ബാബ അത്ഭുതം ചെയ്യുകയാണ്. മനുഷ്യരെ ദേവത, യാചകനെ രാജാവാക്കി മാറ്റുന്നു. അന്തിമത്തിൽ കർമാതീത അവസ്ഥ നമ്പർ വയസ്സായി പ്രാപ്തമാക്കും. ബാബയുടെ മടിയിലിരുന്നാൽ മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. ഞാൻ രൂപബസന്തായി മാറി അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകി മഹാദാനിയായി മാറുന്നു. പഠിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. സ്വയം സംരക്ഷിക്കണം. ഞാൻ ഒരു ദുർഗന്ധവുമില്ലാത്ത പുഷ്പമാണോ എന്ന് സ്വയത്തോട് ചോദിക്കുന്നു. ബാബ നൽകിയ വരദാനമാണ് സമർത്ഥി സ്വരൂപമായി ഭവിക്കൂ. ദൃഢസങ്കൽപ്പത്തിലൂടെ കലിയുഗി പർവ്വതത്തെ സമാപ്തമാക്കുന്നു. വിജയം എൻ്റെ കഴുത്തിലെ മാലയാണെന്ന സ്മൃതിയിൽ ഞാൻ സമർത്ഥി സ്വരൂപമാക്കുന്നു. ഞാൻ ഫോളോ ഫാദർ ചെയ്ത് സർവഗുണങ്ങളുടെയും സ്തംഭമാകുന്നു. സാധനം സേവനങ്ങൾക്കുള്ളതാണ്, വിശ്രമപ്രിയരാകാനുള്ളതല്ല. ഓം ശാന്തി.